വചനമാണ് ഞാൻ വായിക്കുന്നു. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. നമ്മുടെ നാവ് കൊണ്ട് നാം എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ നാവിന് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. അത് നാം എപ്രകാരമാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ അധികാരം നാം ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ഓരോ അനുഗ്രഹങ്ങളാണെങ്കിലും വിടുതലാണെങ്കിലും അത് നാം പ്രാപിക്കുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ കടന്നു വരുമ്പോൾ നാം ചിലപ്പോൾ നമ്മുടെ നാവ് കൊണ്ട് ചിലപ്പോൾ അതിനെ നെഗറ്റീവായിട്ട് നാം അതിനെ സംസാരിക്കുമായിരിക്കും. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ കടന്നു വരുന്നു? ഈ പ്രതിസന്ധിയിൽ ഞാൻ എങ്ങനെ തരണം ചെയ്യും? എനിക്കിനി ജീവിക്കാൻ കഴിയുകയില്ല എന്നൊക്കെ പറയുന്നതായ അവസ്ഥകൾ കടന്നു വരുന്നതായിരിക്കാം. എന്നാൽ നാം നമ്മുടെ നാവ് കൊണ്ട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന് ഏത് കാര്യം കടന്നു വന്നാലും ഏതൊരു വിഷയം കടന്നു വന്നാലും നാം അതിൽ സ്തോത്രം ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ജയിക്കുവാൻ കഴിയും. നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം കൊണ്ട് നമുക്കതിനെ ജയിക്കുവാൻ കഴിയും. നമുക്ക് അധികാരം തന്നിട്ടുണ്ടോ? യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്യുന്നതായ സമയത്തിൽ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കർത്താവ് ചെയ്തു. അത് യേശുവാണ് ചെയ്തത്. തൻ്റെ നാവ് കൊണ്ട് കൽപ്പിക്കുമ്പോൾ അനവധി അത്ഭുതങ്ങൾ നടന്നു. അപ്പോൾ ശിഷ്യന്മാർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും യേശുവിനോട് ചോദിച്ചു, കർത്താവെ, നീ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? നിന്നെ എങ്ങനെയാണ് ഈ ഭൂതങ്ങളൊക്കെ നിന്നെ കീഴ്പ്പെടുന്നത് എന്നൊക്കെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ യേശു കർത്താവ് ഒരു വചനം അതിൽ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. ആമേൻ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, യേശു കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളും കണ്ട് കേട്ട് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇത് കഴിയും എന്നാണ് യേശു കർത്താവ് പറയുന്നത്. അപ്പോൾ നാം ചിന്തിക്കണം, നമ്മൾക്ക് ഇത് കഴിയും. നമ്മുടെ നാവ് കൊണ്ട് കൽപ്പിച്ചു കഴിഞ്ഞാൽ, അധികാരത്തോടെ നാം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിലും നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് അധികാരത്തോടെ നമുക്ക് കൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകും. നാം ആ അധികാരം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത്. അതാണ് ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞത്. നാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നാം ഏതൊരു കാര്യവും പറഞ്ഞെങ്കിൽ മാത്രമേ അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. നാം പറയാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ദൈവപ്രവൃത്തി വെളിപ്പെടും? നാം പറയാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൽ കാണുവാൻ ഇടയാകത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്നത് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും. ഈ വിഷയത്തിന് അല്ലെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ പോകാൻ പറഞ്ഞാൽ, ഈ മലയെന്ന് പറഞ്ഞാൽ ഈ മല പോലെ ആകുന്നതായ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, അത്രമാത്രം വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ അഭിമുഖീകരിക്കുമ്പോഴാണ് നാം ഈ പ്രശ്നത്തിന് മുൻപാകെ നിന്നുകൊണ്ട്, കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ എന്ന് നാം വിശ്വാസത്തോടു കൂടി കൽപ്പിക്കണം. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കൽപ്പന നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പുറപ്പെടുകയുള്ളൂ. ആദ്യമായിട്ട് നമുക്ക് ആ വിശ്വാസം ഉണ്ടാകണം. കർത്താവിൽ ആഴമായിട്ട് ദൈവം എൻ്റെ കൂടെ ഇരുന്ന് ഇതെല്ലാം സഹായിക്കും, എനിക്ക് വേണ്ടി ചെയ്യും എന്നുള്ളൊരു വിശ്വാസം അത് വർദ്ധിച്ച് യേശു കർത്താവ് അവരെ വിശ്വാസത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന അനേക കാര്യങ്ങൾ നമുക്ക് ഇത് ദൈവവചനത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ അധികാരം നാം നമ്മുടെ വാക്കുകൊണ്ട്, നമുക്ക് തന്നിരിക്കുന്ന അധികാരം കൊണ്ട് നാം അത് കൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയായിത്തീരും. ചിലപ്പോൾ നമ്മൾ രോഗിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ഭവനത്തിനകത്ത് രോഗിയായിട്ട് കാണുന്ന ഒരു വിഷയമായിരിക്കാം, മരണത്തോട് മല്ലിടുന്നതായ വിഷയമായിരിക്കാം. എത്ര മരിച്ച വ്യക്തികളെയാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഈ ശിഷ്യന്മാർ കണ്ടതാണ്. കൂടെ നടന്ന് യേശു ഉയർപ്പിച്ച അനേക പ്രിയപ്പെട്ടവരെ, അവരുടെ
അവരുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ പ്രവർത്തിച്ചതും എല്ലാം ശിഷ്യന്മാർ കണ്ടിട്ടാണ് പിന്നെയും ചോദിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് അവർക്ക് നൽകിക്കൊടുത്ത ഈ വചനം അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്താണ്. അനവധി സംഭവങ്ങൾ നമ്മൾ പിന്നെയും കാണുന്നു. പത്രോസ് തന്നെ എത്ര അത്ഭുതങ്ങളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അധികാരങ്ങൾ നാം ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ മരണത്തോട് മല്ലിടുന്നതായ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം അതിനെ നോക്കിക്കൊണ്ട് ഞാൻ മരിച്ചു പോകുകയുള്ളൂ, ഇനി എനിക്കൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല, ഇത് അസാധ്യമായ കാര്യമാണ് എന്ന് നാം നെഗറ്റീവായ കാര്യങ്ങൾ നാം പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കുകയില്ല. എന്നാൽ മറിച്ച് എത്രമാത്രം പ്രതിസന്ധിയാണോ അല്ലെങ്കിൽ മരണത്തോട് മല്ലിടുന്ന അവസ്ഥയായിരുന്നാൽ ഇല്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ ഞാൻ വർണ്ണിക്കും എന്ന് ദാവീദ് പറഞ്ഞതുപോലെ, ദാവീദിൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദാവീദ് അവിടെ പറയുന്നുണ്ട്, ഞാൻ ജീവനോടെ ഇരുന്ന് ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന്. അങ്ങനെ നാമും അതുപോലെ ആ മരണകാരണമായ ആ വിഷയങ്ങൾ കടന്നു വന്നാൽ പോലും നാം പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈ അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും. നാമും അതിനായിട്ട് നാം പറയുവാൻ അല്ലെങ്കിൽ കൽപ്പിക്കുവാനായിട്ട് നാം തീരുമാനമെടുത്ത് നാം ഇറങ്ങിത്തിരിക്കണം, അല്ലെങ്കിൽ നാം അതിനായിട്ട് തയ്യാറാകണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയാകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ദൈവവചനത്തിൽ നാം കാണുന്ന രക്തസ്രാവക്കാരിയുടെ ആ ഒരു വിശ്വാസവും അവളുടെ ആ ഒരു വിശ്വാസ പ്രഖ്യാപനവും. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വചനം നമുക്കൊന്ന് വായിക്കാം. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ട് അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. ആമേൻ, സ്തോത്രം. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ളവളായിട്ട് പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വന്നില്ല. 12 വർഷമായിട്ട് താൻ അനുഭവിക്കുകയാണ്. 12 വർഷമായിട്ടും താൻ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കൂടി കടന്നുപോയി തനിക്ക് ഒരാളെ തൊടുവാനോ തൻ്റെ അടുത്ത് വരുവാനോ സംസാരിക്കാനോ ഒന്നും തന്നെ കഴിയുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുവഴി ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ ഭാവനയിൽ ചിന്തിക്കുന്നു, അന്നത്തെ കാലത്ത് എന്തെങ്കിലും ശബ്ദമുണ്ടാക്കി ഇന്ന ആര് ഇതുവഴി കടന്നു പോകുന്നു എന്നൊക്കെ ഡ്രമ്മൊക്കെ കൊട്ടിക്കൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടാകാം. അപ്പോൾ ഇതാരാണ് ആരാണ് അതുവഴി പോകുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്ന് അവൾ തിരക്കിയിട്ടുണ്ടാകും. ഒരു റൂമിനകത്ത് കിടന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു മുറിക്കുള്ളിൽ അവൾ കെട്ടപ്പെട്ടവളായിരിക്കാം. അവൾ ആ വാക്കുകൾ ശ്രദ്ധിച്ച് കിടക്കുന്നുണ്ടാകാം. ആ ശ്രദ്ധിച്ച് കിടന്ന ആ വാക്കുകൾ കേട്ട് യേശുവാണ് ഇതുവഴി പോകുന്നത്, അത്ഭുതങ്ങൾ ചെയ്ത ഒരാളാണ്, രോഗികളെ സൗഖ്യമാക്കിയ ആളാണ് ഈ പോകുന്നത്, അവൻ മരിച്ചവരെ ഉയർപ്പിച്ച ദൈവമാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവളുടെ കാതിൽ കേട്ടു. ഇത് കേട്ട ഉടനെ, യേശുവിൻ്റെ വർത്തമാനം അവളുടെ കാതിൽ കേട്ട ഉടനെ അവൾ തീരുമാനിച്ചു. യേശുവിൻ്റെ വർത്തമാനം മനസ്സിൽ കേട്ട ഉടനെ അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. പുരുഷാരത്തിൻ്റെ നടുവിലേക്ക് അവൾക്ക് ഒരിക്കലും വരുവാൻ കഴിയുകയില്ല. എന്നാൽ തന്നെയും ഇല്ല, അയ്യോ ഇത്രയും അത്ഭുതം നടത്തുന്ന ഒരാളാണോ ഇതുവഴി കടന്നു പോകുന്നത്, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം, 12 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഈ അവസ്ഥയ്ക്കൊരു മാറ്റം എനിക്ക് വരുവാനിടയാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്ന്, അങ്ങനെയെങ്കിൽ ഞാൻ രക്ഷപ്പെടും, അവൾ തന്നെത്താൻ പറയുകയാണ്, ഞാൻ രക്ഷപ്പെടും. ആ രക്ഷപ്പെടും എന്നുള്ള തീരുമാനം അവളുടെ വായ് കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ തന്നെ അവളുടെ ജീവിതത്തിൽ ആ ഒരു വിടുതലിനായിട്ട് അവളെ ഒരുക്കപ്പെടുവാൻ, അവളുടെ ശരീരം ഒരുക്കപ്പെട്ടു. അവൾ ഇറങ്ങി ഓടുവാൻ തക്കവണ്ണം ഇടയായി. ഇറങ്ങി ഓടുവായിരുന്നായിരിക്കാം, ഇറങ്ങി ഓടി. കാരണം നടന്നു പോകുകയോ പതിയെ പോകാൻ ഒന്നും പറ്റത്തില്ല. ഉടനെ ആൾക്കാർ അവളെ പിടിച്ച് അകത്താക്കുമായിരിക്കാം.
പുരുഷാരം കടന്നു പോകുന്നു. വലിയ പുരുഷാരമാണ്. പുരുഷാരം അവൾക്ക് പ്രതികൂലമാണ്. അതിനകത്ത് ചെന്ന് യേശുവിനെ ഒന്ന് തൊടാൻ പറ്റുകയില്ല. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ, തൊങ്ങൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വസ്ത്രത്തിൻ്റെയൊക്കെ വിളിമ്പിൽ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു നൂലിനെയാണ് ഈ തൊങ്ങൽ എന്ന് പറയുന്നത്. ആ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് അവളുടെ ഉള്ളിലുണ്ടായ ആ വിശ്വാസം, ആ തീരുമാനം, അയ്യോ ഞാൻ തൊടും, ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വായ് കൊണ്ട് അവൾ സംസാരിച്ചു, അവൾ വായ് കൊണ്ട് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനമാണ് അവളെ ആ വിടുതലിലേക്ക് നയിക്കുവാൻ തക്കണം ഇടയായിത്തീരുന്നത്. നാമും അതുപോലെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ എത്ര വലിയ നടക്കത്തില്ല, ഒരിക്കലും ഇനി ഇതിൽ നിന്നൊരു വിടുതൽ നമുക്കുണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് നമ്മൾ എത്രമാത്രം കെട്ടപ്പെട്ട അവസ്ഥയിൽ, ചിലപ്പോൾ നമുക്ക് എഴുന്നേൽക്കാൻ പോലും ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കുവാൻ കഴിയാതെ, എഴുന്നേൽക്കാൻ കഴിയാതെ കിടപ്പിലായ അവസ്ഥയായിരുന്നാൽ നാം അങ്ങനെ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാമും ഇറങ്ങി പുറപ്പെട്ട്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, ഇല്ല ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയവ ചെയ്യും, ദൈവം അത്ഭുതം ചെയ്യും, ഇല്ല ഞാൻ എഴുന്നേൽക്കും, എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും, സഭയുടെ മധ്യത്തിൽ ഞാൻ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകും എന്ന് പറഞ്ഞ് നാം വിശ്വാസത്തോടെ കാഴ്ചവിടെ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവം അത്ഭുതം ചെയ്യുവാൻ ഇടയാകും. അതുപോലെ ഈ രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ തന്നെ അവളുടെ ശരീരത്തിൽ അത് അനുഭവിച്ചറിയുവാനിടയിൽ യേശു കർത്താവ് ചോദിക്കുകയാണ്, എന്നെ ആരാണ് തൊട്ടതെന്ന്. ഇത്രമാത്രം പുരുഷാരം തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇടതൂർന്ന് ഇങ്ങനെ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഒരിക്കലും അവിടെ ഒരു പ്രസക്തിയില്ല. എന്നാൽ യേശു കർത്താവിനറിയാം തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഈ ശക്തി പുറപ്പെട്ടത് യേശു കർത്താവും അറിഞ്ഞു. ആ നിമിഷം തന്നെ രക്തസ്രാവക്കാരി സ്ത്രീയും അറിഞ്ഞു. അവൾ വിശ്വാസത്തോടു കൂടി ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് ഓടിച്ചെന്ന്, എവിടുന്നോ ആ തെങ്ങൽ ഇങ്ങനെ പാറി പറന്ന ആ സന്ദർഭത്തിലായിരിക്കും അതിൻ്റെ ഓടിച്ചെന്ന് അതിൻ്റെ സൈഡിലൊന്ന് തൊടുന്നത്. ആ നിമിഷം തന്നെ അവൾ അതെങ്കിലും തൊട്ടാൽ മതി, കർത്താവെ എനിക്ക് അതൊന്ന് തൊട്ടാൽ മതി, നിന്നെ തൊടണമെന്ന് പോലുമില്ല, എൻ്റെ തലയെ കൈവയ്ക്കണമെന്നില്ല, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല, എനിക്ക് ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ മതി, എൻ്റെ ഈ ദൈവം ഇത്ര അത്ഭുതം ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് സൗഖ്യം വരും എന്നുള്ള അവളുടെ ആ വിശ്വാസമാണ് അവളുടെ ജീവിതത്തിൽ സൗഖ്യമായി വ്യാപരിപ്പാൻ, ആ ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെടുവാൻ തക്കണം ഇടയായിത്തീരുന്നു. നാമും അപ്രകാരം നാം ഓരോ വിഷയത്തിൻ്റെ മുഖത്ത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിടുതൽ പ്രാപിക്കാൻ കഴിയാത്ത ആ വിഷയത്തിൻ്റെ മുഖത്ത് നമുക്കിനി ഈ പ്രതിസന്ധിയിൽ നിന്ന് കയറുവാനേ കഴിയത്തില്ല. നിങ്ങളുടെ ചിലപ്പം കടഭാരമായിരിക്കാം, ചിലപ്പോൾ മരണകരമായ രോഗമായിരിക്കാം, എനിക്കിനി ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഭവനത്തിനകത്ത് അടയ്ക്കപ്പെട്ടവളായി നീ ഇരിക്കുന്നുവെങ്കിലും അതിൻ്റെ മധ്യത്തിൽ നീ യേശുവിലുള്ള വിശ്വാസത്തോടെ നീ ഒന്ന് കൽപ്പിക്കുവാൻ നിൻ്റെ നാവ് കൊണ്ട്, ഇല്ല ഒരിക്കലും എനിക്കത് സംഭവിക്കത്തില്ല എന്ന് നിൻ്റെ നാവ് കൊണ്ട് തന്നെ എനിക്ക് സൗഖ്യം വരും, എനിക്ക് വിടുതൽ സംഭവിക്കും എന്ന് നീ കൽപ്പിക്കുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതം ചെയ്യുവാൻ തക്കണം ഇടയായിത്തീരും. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൽ നാം അത് അനുഭവിച്ച് ദൈവത്തിൽ നിന്ന് ഓരോ വിഷയത്തിനു മേലെ നാം അനുഭവിച്ച് നാം ഇത് നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തേണ്ടതായിട്ട് ഈ കാലഘട്ടത്തിൽ നാം ആവശ്യമായിരിക്കുന്നു. അത്രമാത്രം പ്രതിസന്ധികളാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെല്ലാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രതിസന്ധി കടന്നു വന്ന ഒരു വ്യക്തിയാണ്, വളരെ നമുക്കറിയാവുന്നതാണ് ഏലിയാവ് പറഞ്ഞ് ഞാൻ പറയും വരെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന്. അത് ഏലിയാവിൻ്റെ ഒരു വാക്കാണ്. ആ ഒരു വാക്കിൽ ദൈവം പ്രവർത്തിച്ചു. ആ വാക്കിനകത്ത് നാം ഏതൊരു വാക്ക് പറയുന്നോ ആ വാക്കിനകത്ത് ദൈവം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നാം തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുകയുള്ളൂ. നാം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നാം ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് നാം ഇതിനു വേണ്ടി കാത്തിരിക്കുകയോ, അല്ലെങ്കിൽ കർത്താവേ എനിക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കണമേ, എനിക്ക് നാം ഇങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകും. അതൊക്കെ ശരിയാണ്. എന്നാൽ നാം വിശ്വാസത്തോടെ കൽപ്പിക്കുവാൻ, ആ പ്രതിസന്ധിയെ നോക്കിക്കൊണ്ട് നാം വിശ്വാസത്തോടു കൂടി കൽപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അനവധി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടാകാം. നാം ആ പ്രതിസന്ധിയെ നോക്കി നാം ഒരിക്കലും പിന്മാറിപ്പോവുകയോ, നാം അധൈര്യപ്പെട്ടു പോകുകയോ, ഒരിക്കലും എനിക്കതിൽ നിന്ന് കയറുവാൻ കഴിയുകയില്ല എന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. നാം പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ തക്കണം നമ്മുടെ നാവ് കൊണ്ട്
നാം അത് സംസാരിക്കണം, നാവ് കൊണ്ട് നാം അത് ഉച്ചരിക്കണം, നാവ് കൊണ്ട് നാം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തണം. നാം പ്രഖ്യാപനം നടത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ തക്കണം ഇടയായിത്തീരുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്ന് യെശയ്യാ പ്രവചനം 57-ാം അധ്യായം 19-ാം വചനത്തിൽ നാം അത് വായിക്കുന്നു. യെശയ്യാ പ്രവചനം ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. യെശയ്യാ 57-ന്റെ 19-ാമത്തെ വചനമാണ്. നമ്മുടെ അധരങ്ങളുടെ ഫലമാണ് നാം സൃഷ്ടിക്കുന്നത്. നാം എന്തു പറയുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നാം നല്ലത് പറയുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നാം തീയത് പറയുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ചിലപ്പോൾ നാം പറയും ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല, എനിക്ക് ഒരിക്കലും അങ്ങനെയൊന്നും മുന്നേറാൻ കഴിയുകയില്ല, ഈ പ്രതിസന്ധിയിൽ എനിക്ക് നിലനിൽപ്പാൻ കഴിയുകയില്ല എന്ന് നാം ചിന്തിച്ച് നാം പറയുകയാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല. ഇച്ചിരി പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഇച്ചിരി രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന ആളാണെങ്കിൽ നാം എനിക്ക് പറ്റത്തില്ല, അല്പം നമ്മൾ ഇച്ചിരി തലവേദനയാണ്, ശരീരവേദനയാണ്, ഇന്ന് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ കഴിയത്തില്ല എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിയത്തില്ല. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഇല്ല, കർത്താവിനെ സഹായിക്കും, ഇന്ന് പകൽക്കാലം പോയി കർത്താവിനെ എഴുന്നേൽപ്പിച്ചു എന്ന് എനിക്ക് സാക്ഷ്യം പറയണം, അല്ലെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു, നന്മ ചെയ്തു എന്ന് പറയാൻ ദൈവം ഇടയാക്കണമെന്ന് പറഞ്ഞ് നാം എഴുന്നേൽക്കാൻ തീരുമാനിച്ചാൽ ദൈവം ആ വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. നമ്മുടെ അധരത്തിൽ നിന്ന് നാം എന്താണ് പുറപ്പെടുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്നത്. ഞാൻ ഒരു വിശ്വാസിയായ ഒരു ദൈവത്തിൻ്റെ ഒരു കഥ ഞാൻ എൻ്റെ ബാല്യത്തിൽ ഞാൻ കേട്ട ഒരു കഥയാണ്. വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതായ സമയത്ത് എൻ്റെ ഉള്ളിൽ കേട്ട ഒരു കഥയാണ്. ഞാൻ പലപ്പോഴും അതെൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാറുണ്ട്. എൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഞാനത് അപ്ലൈ ചെയ്യാറുണ്ട്. കർത്താവേ, ഇതെൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കാണ്. കാരണം ആ ഒരു മനുഷ്യൻ എന്ത് പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ അത് നന്മയ്ക്കാണ് എന്ന് പറയുന്ന ഒരു ദൈവ പൈതലായിരുന്നു. താൻ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അന്ന് തൻ്റെ സഹപ്രവർത്തകർ കൂടെയുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്ന് ഈ ദൈവ പൈതലിനെ ഒരു ഇരട്ട പേരിട്ടിരിക്കുകയാണ്. നന്മ എന്നാണ് ഇരട്ട പേരിട്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, നമ്മൾ പഠിക്കുമ്പോഴോ നമ്മൾ ചുറ്റുപാടുമൊക്കെ ഉള്ളവരൊക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ഇരട്ട പേര് വിളിക്കാറുണ്ട്. ടീച്ചേഴ്സിനെയൊക്കെ അവരുടെ പ്രവൃത്തിയോടനുബന്ധിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് ആ പേരിടുന്നത്, ഇരട്ട പേരിടുന്നത്. ഈ ഒരു ദൈവഭക്തനെ എല്ലാവരും കൂടെ, ആ ഫാക്ടറിയിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് നന്മ എന്ന് പേരിട്ടിരിക്കുകയാണ്. അതൊരു നല്ല കാര്യമാണ്. നന്മയെന്നാണല്ലോ ഇട്ടിരിക്കുന്നത്, മറ്റൊരു ചീത്തപ്പേരല്ല ഇട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഭവിച്ചാലും എന്ത് സംഭവിച്ചാലും ഓരോ കാര്യം സംസാരിക്കുമ്പോൾ അത് നന്മയ്ക്ക എന്ന് താൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ദൈവപൈതലായതുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ആദരത്തിൻ്റെ ഫലമാണ് താൻ അനുഭവിക്കുന്നത്. അപ്പം ഈ ചുറ്റുപാടുമുള്ള മനുഷ്യർ ഈ പുള്ളിക്കാരനെ നന്മ എന്ന് ഇരട്ടപ്പേര് വിളിപ്പാനിടയായി തീർന്നു. ഒരിക്കൽ ഇവരെല്ലാവരും ഫുഡൊക്കെ കൊണ്ടുവന്ന് അവരവർ പൊതിയായിട്ട് വന്ന് ഒരിടത്ത് പൊതിയെല്ലാം വെച്ചിട്ട് അവർ ഫാക്ടറിയിൽ ജോലി ചെയ്യുവാനായിട്ട് കടന്നു പോകും. ഒരിക്കൽ എല്ലാവരും ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന വേളയിൽ ഒരാൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നന്മയുടെ പൊതി പട്ടി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിശ്വാസിയായി ഈ മനുഷ്യൻ പറഞ്ഞു, ഈ നന്മ പറഞ്ഞു, അതും നന്മയ്ക്കാണേന്ന് പറഞ്ഞു. നന്മയുടെ പൊതി പട്ടി കൊണ്ടുപോയി എന്ന് വെച്ചാൽ താൻ പൊതിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന ആ പൊതി അവിടെ നിന്ന് നന്മയുടെ മാത്രം പൊതി എടുത്തുകൊണ്ട് പോയി. എത്രയും പേരുടെ പൊതി അവിടെ വെച്ചിരിക്കുകയാണ്. എന്നാൽ നന്മയുടെ മാത്രം പൊതി പട്ടി എടുത്തുകൊണ്ട് പോയി. നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി വരത്തുള്ളൂ. ദൈവത്തിൻ്റെ ജീവിതത്തിൽ മാത്രമേ നമുക്ക് എപ്പോഴും പ്രതിസന്ധികൾ അല്ലെങ്കിൽ കടഭാരം അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ കടന്നു വരുന്നത് ദൈവത്തിൻ്റെ ജീവിതത്തിൽ മാത്രമേ വരത്തുള്ളൂ. അതുപോലെ ഈ നന്മയുടെ ജീവിതത്തിലും എല്ലാവരും കൂടെ കളിയാക്കാൻ തുടങ്ങി. നന്മയുടെ പൊടി തോണ്ട പട്ടി എടുത്തുകൊണ്ട് പോകുന്നേന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങി. അപ്പോൾ അതും നന്മയ്ക്കാണേന്ന് പറഞ്ഞുകൊണ്ട് ഈ നന്മ ഈ പട്ടിയുടെ പുറകെ ഓടിപ്പോയപ്പോൾ പൊതി എങ്ങനെയും വാങ്ങിച്ച് അതിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് വന്ന് വെച്ചെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ താൻ പട്ടിണിയായിപ്പോവും. അപ്പോൾ ഈ പട്ടിയുടെ പുറകെ ഈ നന്മ ഇറങ്ങി ഓടി കുറേ ദൂരം ചെന്ന് ഗേറ്റ് കടന്ന് കുറേ അല്പദൂരം ചെന്നപ്പോഴത്തേക്ക് ഈ ഫാക്ടറി മുഴുവനും തീക്കരിയായി തീരുവാനിടയായി തീർന്നു. അപ്പോഴാണ് മറ്റുള്ളവർ അതിൽ
അറിയുന്നവരാണോ, പിന്നത്തേതിൽ അത് മറ്റുള്ളവർ പറയാനിടയായിത്തീരുന്നു. അയാളെ നന്മയെന്ന് വിളിച്ച്, അയാൾ എന്ത് കാര്യം വന്നാലും നന്മയ്ക്കാണ്, ഇത് നന്മയ്ക്കാണ്, ഇതെൻ്റെ ജീവിതത്തിൽ നന്മയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം താൻ മനസ്സിലാക്കിയത്. തൻ്റെ ജീവിതത്തിൽ തൻ്റെ മാത്രം പൊതിയെടുത്തുകൊണ്ട് എന്തിനാണ് ഈ പട്ടി എടുത്തുകൊണ്ട് പോയെന്ന് താൻ വിചാരിച്ച്, അല്ലെങ്കിൽ അയ്യോ താൻ പ്രാകാനോ, അല്ലെങ്കിൽ അയ്യോ എനിക്ക് മാത്രം എന്താണ് ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് പ്രാഗിയിരിക്കാനല്ല, അത് നന്മയ്ക്കാണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പട്ടിയുടെ പുറകെ ഓടിയത് കൊണ്ടാണ് തന്നെ ആ വലിയ ഭയാനകമായ ആ തീക്കിരയായി തീർന്നു. മറ്റു മനുഷ്യരെല്ലാവരും, തൻ്റെ കൂട്ടാളികളെല്ലാവരും അവിടെ തീക്കിരയായി തീർന്നു. തന്നെ മാത്രം ദൈവം വിടുവിച്ചു. അവിടെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ തക്കണം ഇടയായിത്തീരും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഏത് മേഖലയിലായിരുന്നാലും നാം ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നാം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളായിരിക്കാം ചിലപ്പോൾ നമ്മെ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മെ നിലനിർത്തുന്നത്, അതിൻ്റെ മധ്യത്തിൽ നമ്മെ വിടുവിക്കുന്നത്. നാം മറ്റുള്ളവരോട് നാം എന്താണ് വാക്ക് ഉച്ചരിക്കുന്നത്, നാം മറ്റുള്ളവരോട് പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണ്, നമ്മുടെ നല്ല വാക്കുകളാണോ, മറ്റുള്ളവരെ കൈ പിടിച്ചുയർത്തുന്ന വാക്കുകളാണോ, അവരെ താഴ്ത്തുന്ന വാക്കുകളാണോ? നമ്മുടെ നല്ല വാക്കുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെങ്കിൽ അനേകരെ ചിലപ്പോൾ നമുക്ക് കൈപിടിച്ചുയർത്തുവാൻ കഴിയും. ചിലപ്പോൾ നീ മുടിഞ്ഞു പോകട്ടെ, നീ നന്നാകാതിരിക്കട്ടെ, അയ്യോ അവന് അങ്ങനെ സംഭവിക്കട്ടെ എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ വായി കൊണ്ട് നാം പറയുന്നത് അത് ഒരിക്കലും നന്നാകില്ല. നമ്മുടെ ജീവിതത്തിലും അത് അനുഗ്രഹമാകുകയില്ല, അവരുടെ ജീവിതത്തിലും അനുഗ്രഹമാകുകയില്ല. നാം എന്നാൽ നല്ലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ല ഒരാൾക്കൊരു അനർത്ഥം വന്നു കഴിഞ്ഞാൽ, ഇല്ല നിനക്കതിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും സഹോദരി അല്ലെങ്കിൽ സഹോദര, കുഴപ്പമില്ല, ദൈവം സഹായിക്കും, ഇനി അതൊക്കെ മാറും, നിനക്കിതൊക്കെ മാറി നല്ലൊരു കാലം നിനക്ക് വരും എന്ന് നാം നല്ലൊരു കാര്യം അവരോട് പറയുവാൻ തയ്യാറായാൽ വരും കാലത്തിൽ അവർ സാക്ഷ്യം പറയും. ദൈവസന്നിധിയിൽ അവർ ദൈവത്തെ അറിഞ്ഞ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ ദൈവത്തെ അറിഞ്ഞ് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അവർ പറയും, ഈ ഒരു സഹോദരൻ്റെ വാക്കുകളാണ് എൻ്റെ ജീവിതത്തെ തിരിക്കുവാനിടയായി തീർന്നത്, ഈ ഒരു സഹോദരൻ്റെ വാക്കുകളും ഈ സഹോദരൻ്റെ നല്ല പ്രവർത്തികളാണ് എൻ്റെ ജീവിതത്തെ തിരിക്കുവാനിടയായി തീർന്നത് എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാകും. അത് മുഖാന്തരം ദൈവനാമം ഉയരുവാൻ തക്കണം ഇടയായിത്തീരും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ ഒക്കെ എങ്ങനെയാണെന്ന് നാം തന്നെ ഒന്ന് ചിന്തിച്ച് ശോധന ചെയ്ത് കഴിഞ്ഞാൽ, നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ എപ്പോഴും അങ്ങനെ ഉപ്പിന് രുചി വരുത്തുന്നതും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതുമായി തീരുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് നാം ആഗ്രഹിച്ചുകൊണ്ട് നാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രമാത്രം സമയം ദൈവം എനിക്ക് ഒരുക്കി തന്ന ഈ ഫേസ്ബുക്ക് പേജിലെ പ്രിയപ്പെട്ടവർക്കും ഞാൻ അതിനായിട്ട് നന്ദി പറയുന്നു. ഈ വചനം ഓരോരുത്തരെ സഹായിക്കുമാറാട്ടെ. ഈ വചനത്തിൻ്റെ ക്രിയ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരും കാലങ്ങളിൽ അത് വെളിപ്പെട്ട് വരുവാൻ തക്കണം ഇടയായി തീരുമാറാട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാമം ഓരോ ദിവസവും ഈ നല്ല വാക്കുകൾ കൊണ്ട്, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ട്, നല്ല വാക്കോ ഇയ്യോബിൻ്റെ പുസ്തകത്തിലൊരു വചനമുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ തോന്നുന്നു മനോവസനത്തോടെ ഇരിക്കുന്ന നല്ല വാക്കോ അതിനെ പണിയും. നമ്മുടെ ഒരു നല്ല വാക്കുകൊണ്ടാണ് ഒരാളെ പണിയുവാൻ തക്കണം ഇടയായിത്തീരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ നല്ല വാക്കുകൾ ഉപയോഗിക്കുവാനും ദൈവത്തോട് നല്ല വാക്കുകൾ പറഞ്ഞ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കുവാനും നാം വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ, നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന പ്രഖ്യാപനം മുഖേന നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുവാൻ തക്കണം ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.